നമസ്കാരം എല്ലാവർക്കും സൂപ്പർ സൈക്കിൾ ന്യൂസിൻ്റെ പുതിയൊരു ദിവസം. അങ്ങനെ നായകൻ വീണ്ടും ടീമിലേക്ക് ജോയിൻ ചെയ്തു. അഡ്രിയാൻ നിക്കോളാസ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാന്ത്രികൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരൻ്റെ സ്ക്വാഡിൽ ജോയിൻ ചെയ്തു. അഡ്രിയാൻ ലൂണയും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിനോടൊപ്പം ജോയിൻ ചെയ്തു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്രീ സീസൺ മത്സരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് vs പട്ടായ യുണൈറ്റഡ് മത്സരത്തിൽ എതിരേറ്റ 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പുറകിലാണ്. ഈ ഒരു മത്സരത്തിൽ എടുത്തു വരാണെങ്കിൽ താരം ടീമിലേക്ക് വീണ്ടും എത്തുകയാണ്. മാജിഷ്യൻ അഡ്രിയാൻ നിക്കോളാസ് ലൂണ എന്ന മാന്ത്രികൻ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ക്വാഡിനോടൊപ്പം ചേരുകയാണ്. തായ്ലൻഡിൽ ഇപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ കൂടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സുകാർ ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചത്. എന്തായാലും അഡ്രിയാൻ ലൂണയും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിൽ എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. കളി വേറെ ആയിരിക്കും, കളി ഹൈടെക് ലെവലിലേക്കും ബ്ലാസ്റ്റേഴ്സിന് എന്തായാലും ഉറപ്പ് തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ മാജിഷ്യനും അതേപോലെ തന്നെ അഡ്രിയാൻ ലൂണയും നോവോ സദോയിനും കാഴ്ചവെക്കുന്ന സുന്ദരമായ ഫുട്ബോൾ നമുക്ക് എന്തായാലും ISLായിട്ട് നമുക്ക് എന്തായാലും കാണാം. ISL ടൂറിൻ്റെ കപ്പിലൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും കാണാൻ പറ്റും. എന്തുകൊണ്ടുള്ളത് ഉറപ്പ് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നടക്കുന്ന സൗഹൃദ മത്സരത്തിൽ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് 2 ഗോളിന് പുറകിലാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ 2 ഫോറിൻ പ്ലേയേഴ്സ് മാത്രം ഈ ഒരു കളിയിൽ ഇറങ്ങിയത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്റ്റോറിയിൽ നമുക്ക് ലൈനപ്പ് ഏകദേശം പിടികിട്ടിയിട്ടുണ്ട്. ഇതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ട് ഇറങ്ങിയ സന്ദീപ് സിംഗ് ആണ്. 2 ഫോറിൻ പ്ലേയേഴ്സ് മാത്രം ഈ ഒരു കളിക്കാൻ ഇറങ്ങിയത്. മിലോസ് ഡ്രിഞ്ചിച്ചും അതേപോലെ തന്നെ നമ്മുടെ പുതിയ സൈനികനായ നോവോ സദോയും മാത്രമാണ് ഈ ഒരു മത്സരത്തിൽ ആദ്യ ലെവലിൽ ചോയ്സ് കിട്ടിയത്. ഇപ്പം എന്തായാലും മത്സരം കഴിഞ്ഞാൽ എന്തായാലും മത്സരത്തിൻ്റെ റിവ്യൂ ഇവിടെ എന്തായാലും ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ